നിസ്സാരപ്പെടുത്തരുത്. അതുകൊണ്ടാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അഹ്സൻതും ഫീ കുല്ലി ഷൈ, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഗുണം ചെയ്തു, ഒരൊറ്റ കോഴിയുടെ വിഷയത്തിൽ മാത്രം നിങ്ങൾ ഗുണം ചെയ്തില്ല, ലം യുക്തബു മിനൽ മുഹ്സിനീൻ, നിന്നെ നന്മ ചെയ്തവരിൽ എഴുതപ്പെടൂല. എന്റെ വാക്കല്ല, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന ഫീ കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളിലും ഗുണം ചെയ്യണം, എല്ലാ ചരാചരങ്ങൾക്കും നന്മ ചെയ്യണം, ഒന്നിനെയും മോശാക്കാൻ പാടില്ല, ഒന്നിനെയും കേടാക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ അറക്കുന്ന ആളോട് പറഞ്ഞത്, ഒരു അറവ് നടത്തുന്ന ആള് അറവ് നടത്തുമ്പോ ഫഹ്സിനു സിബ്ഹഹു, അതിന്റെ അറവ് നിങ്ങൾ നന്നാക്കണം. മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് അറുക്കുമ്പോ അറുക്കപ്പെടുന്ന മൃഗത്തിന് അത് ഇടങ്ങേറാണ്. പെട്ടെന്ന് അതിന്റെ റൂഹ് പോകണം, നല്ല മൂർച്ച വേണം. ആ മൃഗത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കത്തി മൂർച്ച കൂട്ടാൻ പാടില്ല, അതതിനെ ഭീതിപ്പെടുത്തലാണ്. ഒരു മൃഗത്തെ കാണിച്ചുകൊണ്ട് മറ്റൊരു മൃഗത്തെ അറുക്കാൻ പാടില്ല, അതും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അറുക്കുകയാണെങ്കിൽ അറവ് നന്നാക്കണം. ഏതെങ്കിലും ഒന്നിനെ കൊല്ലുകയാണെങ്കിൽ നല്ല രൂപത്തിൽ കൊല്ലണം. പല്ലിനെ കൊല്ലൽ സുന്നത്താണ്, പക്ഷെ നല്ല രൂപത്തിൽ കൊല്ലണം, കുത്തി ചതക്കാൻ പാടില്ല. അത് മരണപ്പെട്ട് കഴിഞ്ഞത് ചത്തു കഴിഞ്ഞു എന്ന് കണ്ടാ പിന്നെ അതിനെ കൊണ്ടുപോയി ഒഴിവാക്കണം. അതിനെ പിന്നെയും പിന്നെയും പഞ്ഞിക്കിട്ട് റെഡിയാക്കി ആകങ്ങോട്ട് ചിന്നി പിന്നാക്കാൻ പാടില്ല. കൊല്ലൽ ഹലാലായ ചില ജീവികളുണ്ടല്ലോ, അതിനെ കൊല്ലുമ്പോൾ തന്നെ നല്ല വിധത്തിൽ കൊല്ലണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാത്രിയിൽ തങ്ങൾ വീടിന്റെ പുറത്ത് രണ്ടാളുകൾ നടക്കുന്ന നിഴല് കണ്ടപ്പോ തങ്ങൾ പുറത്തിറങ്ങിയപ്പോ നോക്കുന്ന സമയത്ത് ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. എന്താ ഈ നേരത്ത് എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ആദ്യം വന്നത്, അതുകൊണ്ട് കാര്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരുടെയും മുറാദ് ഒന്നാണ്, അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയട്ടെ. ആരും വിഷയം പറയുന്നില്ല. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറയാനൊരു മടി, അൽ ജൂഉ യാ റസൂലല്ലാഹ്, വിശപ്പ് കൊണ്ട് പുറത്തിറങ്ങിയതാണ് നബിയേ. നമ്മൾ എത്ര അനുഗ്രഹീതരാണ് സഹോദരങ്ങളെ. ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളിൽ രണ്ട് മഹാന്മാർ നട്ടപ്പാതിര നേരത്ത് വീട് വിട്ട് പുറത്തിറങ്ങിയിട്ട് ഹുജ്റത്തു ശരീഫയുടെ ചുറ്റും ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാരണം ചോദിക്കുമ്പോ പറയാൻ രണ്ടുപേർക്കും മടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിശപ്പാണ് നബിയെ ഞങ്ങളെ പുറത്തിറക്കിയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞങ്ങൾ രണ്ടുപേരും പുറത്തു വന്ന കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ, തങ്ങൾ എന്തിനാ നബിയെ പുറത്തിറങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലദീ അഖ്റജകുമാ മിൻ ബുയൂതികുമാ അഖ്റജനീ ഹാദിഹി സ്സാഅ, വീട്ടിൽ നിന്ന് ഏത് കാരണം കൊണ്ടാണോ നിങ്ങൾ പുറത്തിറങ്ങിയത്, അതേ കാരണം തന്നെയാണ് എന്നെയും പുറത്തിറക്കിയത്. മൂന്ന് പേരും ഒരുമിച്ച് കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമുക്കൊന്ന് പോകാം. നേരെ അവർ പോകുന്നു അബുൽ ഹൈസം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്. നട്ടപ്പാതിര നേരത്താ വീട് പോയിട്ട് വാതിലിന് മുട്ടുമ്പോൾ ഭാര്യ കതക് തുറന്നു. ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് തോട്ടം നനക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. സുബ്ഹിന്റെ മുമ്പാണ് സഹോദരങ്ങളെ എഴുന്നേറ്റ് തോട്ടം നനക്കുന്നത്. സുബ്ഹി വാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് പള്ളിയിലെത്താൻ വേണ്ടി നേരത്തെ തന്നെ തോട്ടം നനച്ചുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുന്ന ശൈലിയാണ്. ഭർത്താവ് തോട്ടം നനക്കാൻ പോയി. തോട്ടത്തിൽ നിന്ന് ഈ സംസാരം കേൾക്കുന്നു. ഭാര്യ പറഞ്ഞു, നബിയെ തങ്ങൾ കയറിയിരിക്കൂ, മർഹബൻ അഹ്ലൻ വസഹ്ലാ. അതിഥികളെ വീട്ടിലേക്ക് കയറ്റിയിരുത്തി. പെട്ടെന്ന് അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു തോട്ടത്തിൽ നിന്ന് പണിമതിയാക്കി വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ അക്രമനി ഹാദിഹി സ്സാഅത ബിഹാദിൽ അളിയാഫ്. ഈ അതിഥികൾക്ക് കയറി വരാനുള്ള ഒരു വീടായി ഈ നേരം എന്റെ വീടിനെ പരിഗണിച്ച അല്ലാഹുവേ, അത് കാരണം
കാരണം എന്നെ ബഹുമാനിച്ച അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ഈ നേരവും വന്നത് എന്റെ വീട്ടിലേക്കാണല്ലോ. ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാര് വരാൻ കണ്ട വീടും എന്റെ വീടാണല്ലോ. അൽഹംദുലില്ലാഹ്. പെട്ടെന്നൊരു പാത്രത്തിൽ ഈത്തപ്പഴവും മറ്റൊരു പാത്രത്തിൽ വെള്ളവും കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു. അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു ഒരു കത്തി എടുത്ത് പുറത്തിറങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, എങ്ങോട്ടാണ്? സുബ്ഹിന്റെ മുമ്പ് തന്നെ പെട്ടെന്ന് ഭക്ഷണം റെഡിയാക്കണം. ഭാര്യയോട് പറഞ്ഞു, നല്ല റൊട്ടി വേഗം ഉണ്ടാക്ക്. പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനൊരു ആടിനെ അറുത്തിട്ട് വരാം. ആടിനെ അറുക്കാനാണെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹോപദേശം, ഇയ്യാക വൽ ഹലൂബ്, എനിക്കൊരു സൽക്കാരം ഒരുക്കാൻ വേണ്ടിയാണെങ്കിലും പാൽ കറക്കുന്ന ആടിനെ അറുക്കരുതേ. ഒന്നുകിൽ അതിന്റെ കറവ് നിർത്തണം, അല്ലെങ്കിൽ അതിന്റെ പാല് വറ്റണം. കുടിക്കുന്ന കുട്ടിക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. അതിനോട് ചെയ്യേണ്ട വലിയ നന്മ അതിന്റെ കറവ് വറ്റുന്നത് വരെ കാത്തിരിക്കലാണ്. ഏത് സംഗതി ചെയ്യുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാൻ കണക്കാക്കിയിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളിലും ഉണ്ട് സഹോദരങ്ങളെ ഇഹ്സാൻ. അത് ഏറ്റവും നല്ല സ്വഭാവമാണ്. ഗുണം ചെയ്യുന്നത് നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് അതിന് സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മോടത് പഠിപ്പിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുബ്ഹിന്റെ മുമ്പ് തന്നെ നല്ല ആട്ടിറച്ചിയും പത്തിരിയും റെഡിയാക്കി, റൊട്ടിയും റെഡിയാക്കി മുന്നിൽ വെച്ചു കൊടുത്തപ്പോ 3 പേരും അതിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നല്ല റാഹത്തോടെ വീട് വിട്ട് ഇറങ്ങി പോകുന്നു. അതിരാത്രിയിൽ നമ്മളെ സൽക്കരിക്കാനാണ് ആടിനെ അറുക്കുന്നതെങ്കിലും അവിടെയും നന്മ സ്വീകരിക്കണം, ഗുണം സ്വീകരിക്കണം. ഏത് സംഗതിയിലും ഉണ്ട് ഇഹ്സാൻ. ഖുർആൻ അതാണ് നമ്മോട് പഠിപ്പിക്കുന്നത്. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. ഏറ്റവും നല്ല സ്വഭാവം നല്ല പ്രതികരണമാണ്. നല്ല നിലക്ക് നീ പ്രതികരിക്കണം. ആരോട് പ്രതികരിക്കുകയാണെങ്കിലും നല്ല നിലക്കാകണം നിന്റെ പ്രതികരണം. അതുകൊണ്ട് വലിയ ലാഭം കിട്ടും. എടുത്തു ചാടി പറഞ്ഞേക്കരുത്. ചിലപ്പോ അതുകൊണ്ട് ലാഭത്തിനേക്കാളും ഏറെ നഷ്ടം ഉണ്ടാകും. നിന്നെ ഇതുവരെ നല്ലവരായി മനസ്സിലാക്കിയവരൊക്കെ നിന്നെ ദുഷിച്ചവരായി മനസ്സിലാക്കും. എടുത്തു ചാടിയിട്ട് നീ ഒരു മറുപടി പറയരുത്, സ്വന്തം പത്നിയോട് പോലും. ചിലരോട് ഭാര്യമാർ ചോദിക്കും, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? അപ്പൊ ഞാൻ പോകുന്ന നീ അറിയണ്ടെന്ന് പറയും ചില ആൾക്കാർ. അങ്ങനെ പറ്റൂല. അവര് പോകുമ്പോഴൊക്കെ എണ്ണി ചോദിക്കുന്ന നമ്മളും പോകുന്ന എങ്ങോട്ടാന്ന് പറഞ്ഞൂടെ? എന്തിനാ മടി? എന്തിനാ അതിൽ പിശുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊരു യാത്ര ഉദ്ദേശിച്ചാൽ 9 വീട്ടിലും കയറി പറയും. ഒരു വീട്ടിലല്ല, 9 വീട്ടിലും കയറും. 10ാമത്തെ ഒരു വീട്ടിൽ കയറും. അവസാനം അത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. 10 വീട്ടിലും. യാത്ര കഴിഞ്ഞു വന്നാൽ പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കും. കുറച്ചു നേരം ജനങ്ങൾക്ക് വേണ്ടി അവിടെ വിശ്രമിക്കും. പിന്നെ തങ്ങൾ ആദ്യം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കയറും. 9 വീട്ടിലും കയറും. തങ്ങൾ അന്ന് പോകേണ്ട നിശ്ചയിക്കപ്പെട്ട ഒരു വീടുണ്ടെങ്കിലും അതിന്റെ മുമ്പ് എല്ലാവരെയും ഒന്ന് കാണും. ഒരു 5-5 മിനിറ്റിലായിട്ട്, അല്ലെങ്കിൽ ഒരു 10-10 മിനിറ്റിലായിട്ട്. അതൊരു സ്നേഹമസൃണമായ പെരുമാറ്റമാണ്. ഞാൻ എവിടേക്കാ പോകുന്നത് അത് നീ ചോദിക്കണ്ട, നേരാ ചോദിക്കാൻ. രാവിലെ പെണ്ണുങ്ങൾ വിട്ട് എവിടുക്കാ? ഞാനൊന്ന് ആ ഹോസ്പിറ്റലിൽ പോയി വരാം. എന്താണ്? അവിടെ നമ്മളെ കൂട്ടുകാർ സുഖമില്ലാതെ കിടക്കുന്നത്. അവിടുന്ന് കഴിഞ്ഞു. ഉച്ചക്കൊരു ഭാഗത്ത് എവിടുക്കാ നീ പോകുന്നു? ഞാൻ അപ്പുറത്തേക്ക് പോകുക, അയലക്കത്തെ വീട്ടിൽ. വൈകുന്നേരം വീട്ടിൽ എവിടുക്കാ നീ? ഞാൻ അങ്ങോട്ട് പോകാം. എനിക്ക് രാത്രി മഖ്ബറയിലേക്ക് പോയി വരാം. അങ്ങനെ ഇപ്പൊ പോയി സിയാറത്ത് ചെയ്ത് വരാൻ പോകും. അവര് പോകുന്ന 3 തലങ്ങളിലും ജവാബ് കിട്ടി. നമ്മൾ മാറ്റി കുളിച്ച് ഒരുങ്ങിയിട്ട് പോകണം. അല്ല നിങ്ങളോട് അത് നീ എന്തിനാ ചോദിക്കണം? അങ്ങനല്ല. നല്ല പ്രതികരണമാണ്. ഞാൻ പള്ളിയിലേക്ക് പോവാണ്, ഞാൻ മടിക്കേരിയിലേക്ക് പോവാണ്, വിരാജ്പേട്ടയിലേക്ക് പോവാണ്. ഇതത് പറഞ്ഞിന് ആകാശം പൊളിഞ്ഞാണോ? അത് പറഞ്ഞൂടെ? അതല്ലേ നല്ല സ്വഭാവം, നല്ല പ്രതികരണമല്ലേ പ്രതികരിക്കേണ്ടത്. മക്കളോടൊക്കെ നല്ല പ്രതികരണം കാഴ്ചവെക്കണം. അപ്പൊ മക്കൾ നന്നാവും. ഭാര്യമാരോട് നല്ല രൂപത്തിൽ പ്രതികരിക്കണം. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരണം നോക്ക്. നിങ്ങൾ വീട്ടിൽ വന്നാല് ദേഷ്യപ്പെടോ തങ്ങൾ?
എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നാ ഞാൻ ഇന്ന് നോമ്പാണ്, ഞങ്ങളെ വിട്ടു പോവുകയാണ്, നാളെ വരാന്നല്ല പറയുന്നത്, നോമ്പാണ്. അങ്ങനല്ലേ തങ്ങൾ തീരുമാനിക്കുന്നത്? എന്തെങ്കിലും കൂട്ടാനുണ്ടോ റൊട്ടിയിലേക്ക്? അപ്പൊ കൂട്ടത്തിലൊരു പത്നി പറഞ്ഞു സുർക്കുണ്ട്. നമ്മളോട് നാളെ രാവിലെ സുർക്കുണ്ട് കൂട്ടാനെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അവസ്ഥ? സുബ്ഹാനല്ലാഹ്, പറയാതിരിക്കാൻ നല്ലത്. നമ്മള് ചിലപ്പോ മേൽവിലാസം ഒന്നായിട്ട് പറയും, മൈക്കിലൂടെ പറയുന്നത് ശരിയല്ല, ചിലപ്പോൾ ആൾക്കാർ കട്ടെടുത്ത് വേറെ അടിവരയിടും. അതുകൊണ്ട് പറയാൻ പേടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൂട്ടാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. അന്നേ കൂട്ടാനുണ്ട്. റൊട്ടി കൊണ്ടുവന്നപ്പോ തങ്ങളെ ചോദ്യം കൂട്ടാനുണ്ടോ? ഇവിടെയും കൂട്ടാനെന്നല്ലേ പറയാ. ആ കൂട്ടാനുണ്ടോ? ഉദും. അപ്പൊ ഒരു പത്നി പറഞ്ഞു സുർക്കുണ്ട്. നമ്മൾ പറയുന്ന ശൈലി ഇതിലൂടെ പറയാൻ പറ്റൂല, നിങ്ങൾക്ക് ഓർമ്മല്ലേ? ആ പ്രതികരണം അല്ല നല്ലത്. തങ്ങൾ പറഞ്ഞു നിഅമൽ ഉദുമു അൽ ഖൽ, സുർക്ക നല്ല കൂട്ടാനാണ്, കൊണ്ടുവരുന്നു. സുർക്ക നല്ല കൂട്ടാനാണ്. റൊട്ടി കഷ്ണം ഇങ്ങനെ മുറിച്ചെടുത്ത് സുർക്കയിൽ ഒപ്പിയെടുത്ത് തങ്ങൾ അങ്ങനെ ഭക്ഷിച്ചു. രാത്രിയിലെ കറി കൊണ്ടുവന്ന് കൊടുത്താൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? സുബ്ഹാനല്ലാഹ്, ചില വീട്ടില് ബദറും ഉഹദും ഒപ്പായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പഴഞ്ചോറ് കഴിച്ചിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാർ കേൾക്കുന്ന വാള് അവര് നന്നായി ഇഫ്ലായിക്കോളും. പഴഞ്ചോറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയില്ലേ? ഓ അറിയും, കുറെ മലപ്പുറത്തിനൊക്കെ ഉള്ളതല്ലേ. രാത്രി ഉറങ്ങിയ ചോറ് എന്നർത്ഥം. രാത്രിയുള്ള ചോറ് രാവിലെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് മുതല്ലിമീങ്ങളെ കൊണ്ടുപോയപ്പോ